إذ هم الطائفتان منكم أن تفشلا والله وليهما إذ ഇപ്പൊ പറഞ്ഞ ഇതുണ്ടല്ലോ, അത് ബദലും മിൻ ഇത് ഖബലഹു, അതിന്റെ മുമ്പുള്ള ഇതിൽ നിന്ന് ബദലാണ്. എവിടെ മുമ്പ് പറഞ്ഞത്? ഇത് ഗദൗത മിൻ അഹ്ലിക, അങ്ങയുടെ കുടുംബത്തിൽ നിന്നും അങ്ങ് പ്രഭാതത്തിൽ പുറപ്പെട്ട സന്ദർഭം അങ്ങ് ഓർക്കണം. പിന്നെ ഏത് സന്ദർഭം ഓർക്കുക? അല്ല, ആ സന്ദർഭം ഓർക്കണം. അതായത് ബദലായിട്ടാണല്ലോ പറയുന്നത്. ഇത് ഹമ്മത്വാഇഫത്താനി, രണ്ട് സംഘങ്ങൾ, രണ്ട് പാർട്ടികൾ വിചാരിച്ച സന്ദർഭം ഓർക്കുക. മിങ്കും, നിങ്ങളിൽ നിന്നും. അപ്പൊ നിങ്ങൾ മുസ്ലിങ്ങളുടെ സൈന്യത്തിൽ നിന്ന് തന്നെ പെട്ട രണ്ട് പാർട്ടികൾ എന്തോ വിചാരിച്ച് നോക്കാം. അഥവാ അതിന് അത്ഫ് ബയാനായിട്ട് വെക്കാം. ബനു സലമ ഗോത്രവും ബനു ഹാരിസ ഗോത്രവും. അപ്പൊ ഈ രണ്ട് ഗോത്രങ്ങൾ എങ്ങനെയുള്ളവരാണ്? ഇവർ രണ്ടുപേരും ജനാഹ അല്ലെ, ജിനാഹ അക്സരി, സൈന്യത്തിന്റെ രണ്ട് ചിറകുകളാണ്. അതായത് സൈഡിലുള്ള സൈന്യം ഉണ്ടാവൂലേ, പാർശ്വ സൈന്യം, അതായത് ഒരു വലിയ സൈനിക വ്യൂഹം. ആ സൈനിക വ്യൂഹത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും എന്തുണ്ട്? മറ്റു ചെറിയ ചെറിയ സംഘങ്ങളായിട്ടുള്ള, അതായത് ഒരു വലതുഭാഗത്തൊരു ടീമും ഇടതുഭാഗത്തൊരു ടീമും. അതാണ് ഈ ബനു ഹാരിസയും ബനു സലിമ ഗോത്രം കേട്ടോ. ബനു സലിമ, ഈ രണ്ട് ഗോത്രങ്ങൾ, ഇവർ രണ്ടുപേരും വിചാരിച്ചപ്പോൾ എന്ത്? അൻ തഫ്ശല, അവർ രണ്ടുപേരും എന്താവലിനെ, അവർ രണ്ടുപേരും മടങ്ങാൻ വേണ്ടി വിചാരിച്ചു യുദ്ധത്തിന്റെ വേളയിലെ. തജന്നുബൻ, ഭീരുത്വം കാരണത്താൽ, അനിൽക്കിത്താൽ, യുദ്ധം ചെയ്യുന്നതിനെ തൊട്ട്, യുദ്ധം തുടങ്ങിയ പേടിയാണ്. അപ്പൊ അതൊന്നും പിന്തിരിയാൻ വേണ്ടി പോയി. അവരുടെ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് മാറാനും, മടങ്ങാനും. വതർജിയ അവര് മടങ്ങാനും. അതുപോലെ തന്നെ തഫ്ശല എന്ന് വെച്ചാൽ അവിടുന്ന് മാറാനും, പിന്നെ അങ്ങോട്ട് ആ സ്ഥലത്ത് നിന്ന് മദീനോട്ട് മടങ്ങാനും വേണ്ടി അവർ ഉദ്ദേശിച്ചപ്പോൾ ഉദ്ദേശം ചെയ്ത സന്ദർഭം എപ്പോഴാണ് അവർ ഈ വിചാരമൊക്കെ ഉണ്ടായത് ഇവർക്ക്? ലമ്മ റജ അബ്ദുല്ലാഹിബിൻ ഉബയ്യിൽ മുനാഫിഖ്, അല്ലെ, മുനാഫിഖുകളുടെ നേതാവാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് മടങ്ങിയപ്പോൾ, അസ്ഹാബുഹു, അബ്ദുല്ലാഹിബിൻ ഉബയ്യിൻ്റെ ചങ്ങാതിമാരും, എന്നിട്ട് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് പറയുകയും ചെന്നപ്പോൾ, അലാമ, എന്തിൻ്റെ പേരിലാണ് നഖത്തുൽ, നമ്മൾ കൊല്ലേണ്ടത്, അൻഫുസന, നമ്മളുടെ നഫ്സുകളെയും, ഔലാദന, നമ്മളെ തന്നെ നമ്മൾ കൊല്ലുക. വെറുതെ നമ്മുടെ കൊല്ലക്ക് നമ്മൾ കാരണമാണെന്നല്ലേ ഈ യുദ്ധത്തിനൊക്കെ ഇവിടെ മുഹമ്മദിൻ്റെ കൂടെ വന്നാൽ? ഔലാദന, നമ്മുടെ മക്കളെയും വെറുതെ ആക്കേണ്ടതല്ലേ? അപ്പോൾ അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ആര് ചോദിച്ചു? ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ചോദിച്ചു. മുനാഫിക്കായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ ഉബയ്യും അവൻ്റെ ചങ്ങാതിമാരും മടങ്ങുകയും എന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തപ്പോൾ ആണ് ഇവർക്ക് പേടിയുണ്ടായത്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഈ രണ്ട് പാർശ്വ സൈന്യങ്ങൾക്ക് പേടിയുണ്ടായത് ഇപ്പോഴാണ്. എന്നിട്ട് എന്താണ്, അബൂ ജാബിർ സലമി എന്നവരോട് അവൻ പറയുകയും ചെയ്തു. എങ്ങനെയുള്ള അബൂ ജാബിർ സലമിയാണ്? അൽ ഖായിലി പറഞ്ഞ, ലഹു, ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യിനോട് പറഞ്ഞ. എന്താ അബ്ദുല്ലാഹിബിൻ ഉബയ്യിനോട് അദ്ദേഹം പറഞ്ഞത്? അൻഷദുക്കും, ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് ചോദിക്കുന്നു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു, ഫീ നബിയ്യിക്കും വ അൻഫുസിക്കും, ഏത് വിഷയത്തിൽ? നിങ്ങളുടെ നബിയുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ വ അൻഫുസിക്കും, നിങ്ങളുടെ സ്വശരീരങ്ങളുടെ വിഷയത്തിലും അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എന്ന്. അതായത് നിങ്ങൾ എന്താണ്, അള്ളാഹുവിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെയും അള്ളാഹുവിൻ്റെ നബിയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ നഫ്സിൻ്റെയും വിഷയത്തിൽ നിങ്ങൾ സംരക്ഷണം നിങ്ങൾ വാഗ്ദാനം ചെയ്തവരാണല്ലോ. അതായത് ഇവരധികം വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു, നബിതങ്ങളുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും എന്നൊരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതിജ്ഞയൊക്കെ ചെയ്തതല്ലേ, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് നിങ്ങളോട് സത്യം ചെയ്ത് ഞാൻ ചോദിക്കുകയാണെന്ന് ആര് ചോദിച്ചു? ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യിനോട് ബഹുമാനപ്പെട്ട അബൂ ജാബിർ സലമി എന്നവർ ചോദിച്ചായിരുന്നു. അപ്പം ആ ചോദിച്ച ആളോട് ഇയാൾ പറയുകയാണ്, ആര്? അബ്ദുല്ലാഹിബിൻ ഉബയ്യ്, മുനാഫിക്കായ അബ്ദുല്ലാഹ് ഉബയ്യ് പറയുകയാണ്, എന്താണ്? ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും, നമ്മളെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ഖിതാല, ഒരു യുദ്ധം ഉണ്ടാവുമായിരുന്നെങ്കിൽ, നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ, നമ്മൾ യുദ്ധം എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല വന്നത്, യുദ്ധമായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ, ലത്തബഅനാകും, നമ്മൾ നിങ്ങളെ പിൻപറ്റൂലായിരുന്നു എന്നാര് പറഞ്ഞു? ഈ മുനാഫിക്കുകളുടെ നേതാവ്. അപ്പോൾ ഈ ലൗ നഅലമു ഖിതാലൻ ലത്തബഅനാകും എന്നുള്ള ആ മഖൂലാരുടേതാണ്? അത് ഈ അബ്ദുല്ലാഹിബിൻ ഉബയ്യിൻ്റെയാണ്. ഇത് ചോദിച്ചാരാണ്? അൻഷദുക്കും ബില്ലാഹി അല്ല, അല്ലെ, അൻഷദുക്കും ഉല്ലാഹ എന്നാണ്. അതായത് നസുൽ ഖാഫിദ് മൻസൂബാണ്, ബില്ലാഹി എന്നാണ്. അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പം അതിൻ്റെ കായിലാരാണ്? അത് അബൂ ജാബിർ സലമിയാണ്. അപ്പം ഈ മൂന്ന് കാര്യങ്ങളുണ്ടായി. അബ്ദുല്ലാഹിബിൻ ഉബയ്യും ചങ്ങാതിമാരും മടങ്ങാൻ ഒരുപെട്ടു. അതുപോലെ
എന്തിനാണ് നമ്മൾ നമ്മുടെ മക്കളെയും നമ്മുടെ ശരീരങ്ങളെയും കൊന്നുകളയെന്ന് ചോദിച്ചു. അപ്പം ജാബിർ ബിൻ സലമി എന്നവർ അൻഷദക്കുമുല്ലാഹ ഫീ നബിയിക്കും അൻഫുസിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ മറുപടിയായിട്ട് പറഞ്ഞു ലൗന അലമുക്താൽ തബനാക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഈ രണ്ട് ഗ്രൂപ്പുകളും അവിടെ നിന്ന് മാറിയിട്ട് മദീനയിലേക്ക് മടങ്ങാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അങ്ങനെ ഫസബത്തഹുമുല്ലാഹു അബ്ദുല്ലാഹിബ്നു ഉബയ്യും ഒക്കെ മടങ്ങി. അങ്ങനെ ഫസബത്തഹുമുല്ലാഹു അള്ളാഹു ആ രണ്ട് സംഘങ്ങളെയും സ്ഥിരപ്പെടുത്തി നിർത്തി. വലമനുസരിഫ് അവർ അവിടെ നിന്ന് മാറിയില്ല. അവർ മുസ്ലിങ്ങളാണ്, പക്ഷെ അവർക്കൊരു ഭീരുത്വം വന്നു പോയതാണ് ഈ മുനാഫിക്കായ ഇവൻ്റെ വാക്കുകളെല്ലാം കേട്ടിട്ട്. മനസ്സിലായില്ല? അപ്പം ഫതഹുമാന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരല്ല കേട്ടോ, അത് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവും. അബ്ദുല്ലാഹിബ്നു ഉബയ്യും അബൂ ജാബിർ സലമിയാണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, ഈ രണ്ട് ഗോത്രങ്ങൾ, ഈ ബനു സലിമിയും ബനു ഹാരിസിയും, ഈ രണ്ട് ഗോത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സബത്തഹുമ അല്ല സബ്ബത്തഹുമ ആണെന്നല്ല, സബ്ബത്തഹുമ സ്ഥിരപ്പെടുത്തി, സബത്ത സ്ഥിരപ്പെട്ടു എന്നാണല്ലോ. എന്നിട്ട് പല അനുസരിച്ച് അവർ നീങ്ങിപ്പോയില്ല. അപ്പോൾ ആ സന്ദർഭം ഓർക്കുക. അതാ പറഞ്ഞ ഫല്ലാഹു, അപ്പോൾ വല്ലാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയുഹുമ അവർ രണ്ടുപേരുടെയും വലിയാണ്. അതായത് നാസിറുഹുമ അവർ രണ്ടുപേർ ആ രണ്ട് ഗോത്രത്തിൻ്റെയും സഹായിയാണ്. കാരണം ഇവരിപ്പോൾ എങ്ങാനും ഈ അബ്ദുല്ലാഹിബ്നു ഉബയ്യിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് അവരും തിരിച്ചു പോയിരുന്നെങ്കിൽ എന്തായാലും അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശത്രുപക്ഷത്ത് അവരായിത്തീരുമായിരുന്നല്ലോ. അപ്പോൾ കലാകാലം വരുന്ന ഒരു നരക ശിക്ഷ അവർക്ക് രുചിക്കേണ്ടി വന്നേനെ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി അല്ലേ, ഈ ഒരു സംഗതിയിൽ നിന്നും. അപ്പോൾ അള്ളാഹിൻ്റെ അനുഗ്രഹം പറഞ്ഞാണ്. അപ്പോൾ വലല്ലാഹി, അത് അള്ളാഹുവിൻ്റെ മേലെയാണ് ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ മേലെ ഫല്യതവക്കൽ ഭരമേൽപ്പിക്കട്ടെ അൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ. അതാ പറഞ്ഞ ലിയസിഖൂ അവർ മുറുകെ പിടിക്കട്ടെ ബിഹി അള്ളാഹുവിനെ കൊണ്ട്, അള്ളാഹുവിനെ മുറുകെ പിടിക്കട്ടെ എന്ന്. ദൂനഗൈരി അള്ളാഹ് അല്ലാത്തവർ കൂടാതെ, അള്ളാഹ് മാത്രം മതി. വനസല ഇറങ്ങി ലമ്മാ ഹസമു അവർ ഓടിയപ്പോൾ തദ്കീറല്ലഹും എന്ത് കാരണത്താൽ, തദ്കീറല്ലഹും അവരോട് പറയപ്പെട്ടത് കാരണത്താൽ ബിനിഅമത്തില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പറ്റി. ലമ്മ ഹസമു അവർ ഓടിപ്പോയപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിയത്? തദ്കീറല്ലഹും അവർ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ബിനിഅമത്തില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ. അതായത് ഉഹുദിൻ്റെ വേളയിൽ എന്തായിട്ടുണ്ട്, ശത്രുക്കൾ മുസ്ലിങ്ങളെ തോറ്റ് ഓടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. അപ്പം മുസ്ലിങ്ങൾ ഓടി. അപ്പോൾ ആ ഓടിയ വിഷയത്തിലാണ് ഇത് ഇറങ്ങിയത്. എന്തിനാ ഓടിയ വിഷയത്തിൽ ഇത് ഇറങ്ങിയത്? അത് തദ്കീറല്ലഹും, ഇറങ്ങിയതിൻ്റെ കാരണമാണ്, ഓടിയതിൻ്റെ കാരണമല്ല, ഇറങ്ങിയതിൻ്റെ കാരണം. തദ്കീറല്ലഹും ബിനിഅമത്തില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ പറ്റി ഓർമ്മിപ്പിക്കാൻ വേണ്ടി. എന്താ അള്ളാഹ് പറഞ്ഞ വലഖദ് നസറക്കും, തീർച്ചയായും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, സത്യമായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ബദരിൻ, ബദറിൽ. ബദർ എന്ന് വെച്ചാൽ മൗളിഉം ബൈന മക്കത്ത വൽ മദീന അല്ലേ, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് നിങ്ങൾ അള്ളാഹു സത്യമായിട്ട് സഹായിച്ചിട്ടുണ്ടല്ലോ. ഏതൊരു സ്ഥിതിക്ക് വന്തും നിങ്ങൾ തന്നെ ആയ സ്ഥിതിക്ക്, അതില്ല വളരെ നിസാരരായ സ്ഥിതിക്ക്. അങ്ങനെ നിസാരരാകുന്നത് ബിഖില്ലത്തിൽ, അതായത് എണ്ണക്കുറവ് കൊണ്ടും, വസ്സിലാഹി ആയുധക്കുറവ് കൊണ്ട്, ആയുധബലവും ആൾബലവും കുറഞ്ഞതായിരുന്നു നിങ്ങൾ. അപ്പം അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തി, നിങ്ങൾ ജയിച്ചല്ലോ. അപ്പം അള്ളാഹുവിൻ്റെ വലിയ സഹായമാണ്. ഇപ്പോൾ ഉഹദിൽ നിങ്ങൾ തോറ്റോ നോക്കണ്ട, നിങ്ങൾ ബദറിൽ വിജയിച്ചല്ലോ, അത് വലിയ സംഗതിയാണ്. അള്ളാഹുവിൻ്റെ സഹായം അത് അള്ളാഹു ഓർമ്മിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞാണ്. ഈ ഒരു സന്ദർഭത്തിൽ, ഓടിയ സന്ദർഭത്തിൽ ഇറക്കിയതാണ് ഉഹദ് പിന്നെ നടന്നതാണല്ലോ. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടി. നിഅമഹു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക്. ഇതെന്താണ് സാധാരണ ഇത് വരുമ്പോൾ എന്താണ്? ഓർക്ക് എന്നാണ്. ഇത് കാല റബ്ബുക, അങ്ങയുടെ റബ്ബ് പറഞ്ഞ സന്ദർഭം ഓർക്കുക, അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇത് ലറഫു ലനസറക്കും, ഇത് ലറഫാണ്. എന്തിൻ്റെ? ലനസറക്കും എന്നതിൻ്റെ. വലഖദ് നസറക്കുമുള്ള എന്ന് പറഞ്ഞില്ലേ, വലഖദ് നസറക്കുമുള്ള അല്ലേ, അല്ലെങ്കിൽ ലീനസറക്കും എന്നാണ് വേണ്ടത്. ലീനസറക്കും, ആ നസറക്കും എന്നതിനുള്ള ലർഫാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴാണ് സഹായിച്ചത്? ഇദ് തഖൂലു, അങ്ങ് പറഞ്ഞ വേളയിലാണ് അള്ളാഹു നിങ്ങളെ സഹായിച്ചത്. എന്താ അങ്ങ് പറഞ്ഞതിൽ? ആരോടാ പറഞ്ഞതിൽ? മുഅ്മിനീങ്ങളോട്. മുഅ്മിനീങ്ങൾ പറയാന്ന് വെച്ചാൽ തവഅദഹും, അവർക്ക് വാഗ്ദാനം ചെയ്തു. വാഗ്ദാനം ചെയ്തു എന്തിനു വേണ്ടി? തത്മീനൻ ലിഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് എന്ത് കിട്ടാൻ വേണ്ടി? അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു തത്മീൻ, ഒരു തുമനീനത്ത്, ഒരു ശാന്തി കിട്ടാൻ വേണ്ടി, അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു ശാന്തി കിട്ടാൻ വേണ്ടി അങ്ങ് അവരോടെന്ത് പറഞ്ഞ്? അതാന്ന് വെച്ചാൽ സംഗതി പലാർത്ഥം വരും. ഇവിടെ നല്ലത് അറശരിക്ക് തൈതുഹും എന്ന് വെച്ചാൽ മതി. തൈതുഹും, അങ്ങ് അവർക്ക് എന്ത് ചെയ്തു? വാഗ്ദാനം ചെയ്ത സന്ദർഭം. എന്തിനു വേണ്ടി വാഗ്ദാനം ചെയ്തത്? അവരുടെ ഹൃദയങ്ങൾക്ക് ഒരു ശാന്തി നൽകാൻ വേണ്ടി, ശാന്തി കിട്ടാൻ വേണ്ടി. എന്താ വാഗ്ദാനം ചെയ്ത? അലൻ യക്ഫിയക്കും, തീർച്ചയായും നിങ്ങൾക്ക് മതിയാവുകയില്ലേ?
യുമിദ്ദക്കും അള്ളാഹു സുബ്ഹാനഹു വതആല യുമിദ്ദക്കും എന്ന് വെച്ചാൽ യുഈനക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കൽ അതുപോലെ നിങ്ങൾക്ക് റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സഹായിക്കൽ പോരെ ബിസലാസത്തി ആലാഫ് 3000 സൈനികർ കൊണ്ട് അല്ലേ 3000 കൊണ്ട് മിനൽ മലായികത്ത് മലക്കുകളാൽ അപ്പം 3000 മലക്കുകളെ വെച്ചിട്ട് അള്ളാഹ് നിങ്ങൾക്ക് സഹായിച്ചു തന്നത് പോരേന്ന് അത് നിങ്ങൾക്ക് മതിയാവൂലേന്ന് ചോദിച്ചു മുൻസലീൻ ഇറക്കപ്പെടുന്നവരായ അപ്പം നബിതങ്ങൾ അങ്ങനെ നബിതങ്ങൾ അന്ന് പറഞ്ഞിരുന്നു 12 ദിവസം ആളുകൾക്കൊക്കെ പേടിയുണ്ടാവില്ല കാരണം നമ്മുടെ ഇതിൽ 313 ആളുകളാണ് മുസ്ലിങ്ങൾ മറ്റവിടെ 1000 ആളുകൾ അപ്പം അവരാകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു ഹൃദയത്തിനൊരു ബലം കിട്ടാൻ വേണ്ടി പറഞ്ഞാണ് 3000 മലക്കുകൾ അള്ളാഹ് ഇറക്കി തന്നാൽ അത് നിങ്ങൾക്ക് പോരേന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് എന്തായി മുൻസലീൻ ഇറക്കപ്പെടുന്നവരായ 3000 മലക്കുകളെ കൊണ്ട് അള്ളാഹ് സഹായിക്കുന്ന നിങ്ങൾക്ക് മതിയാവൂലേന്ന് ചോദിച്ചു മനസ്സിലായല്ലോ അപ്പോൾ അവർക്കൊരു ഹൃദയത്തിനൊരു ശാന്തി ലഭിക്കുമല്ലോ ബി തഖ്ഫീഫി വ തശ്ദീദ് 2 ഖിറാഅത്തുണ്ട് മുനസ്സലീന്നുണ്ട് മുൻസലീന്നുണ്ട് നമ്മുടെ മിനൽ മലായികത്തി മുൻസലീന്നാണ് തഖ്ഫീഫായിട്ടാണ് ബല അതേ മദീൻ ബല അതേ ഇവിടെ ഇപ്പോൾ നഅം കൊടുത്താൽ മതിയാവൂല എന്നാണ് കേട്ടോ കാരണം ഒരു മൻഫിയായ ചോദ്യം വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അലൈ യക്ഫിയൊക്കെ മൻഫിയായ ചോദ്യമാണല്ലേ മതിയാവൂലേ എന്നാണ് ചോദിച്ചത് മതിയാവുമോ എന്നല്ല മതിയാവൂലേ എന്ന് ചോദിച്ചത് അപ്പോൾ അവിടെ ബല എന്നാണെങ്കിൽ മതിയാവും എന്നാണ് അർത്ഥം പക്ഷേ അവിടെ നഅം കൊടുത്തിരുന്നെങ്കിൽ എന്താണ് മതിയാവൂല എന്നാണ് അർത്ഥം വരിക അങ്ങനെ നഅമിൻ്റെ ബലയുടെ ഈ ഒരു സന്ദർഭത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ എന്തായാലും ബല യക്ഫീക്കും ദാലിക അവർക്കത് മതി അവരെ അത് മതിയാക്കും എന്നൊക്കെ യക്ഫിയുടെ ഫായില് ദാലിക കും മഫൂലും ഇനി വഫിൽ അൻഫാൽ സൂറത്തിലുണ്ട് ബി അൽഫിൻ 1000 മലക്കുകളെ കൊണ്ട് എന്നുണ്ട് അതിൻ്റെ കാരണോ ലിഅന്നഹു അന്ത അവിടെ 1000 ഇവിടെ 3000 പറഞ്ഞ വൈരുദ്ധ്യമാണല്ലോ അത് കാരണം ലിഅന്നഹു കാരണം നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല അമദഹും അവരെ സഹായിച്ചു അവലൻ ആദ്യ ബിഹ അതുകൊണ്ട് വെച്ചാൽ 1000 ആദ്യം മലക്കുകളെ അടക്കുക സുമ്മ സാറത്ത് സലാസ പിന്നെ 1000 എന്തായി പിന്നെ അത് 3000 ആയി തീർന്നു 2000 കൂടെ അയച്ച് അങ്ങനെ സുമ്മ സാറത്ത് പിന്നെ അതെന്തായി തീർന്നു ഹംസത്തൻ പിന്നെ അത് 5000 ആയി ടോട്ടൽ 5000 മലക്കൾ വന്നിട്ടുണ്ട് കമാ കാല തആല അല്ലാഹു തആല പറഞ്ഞതുപോലെ ഇൻ തസ്ബിറു നിങ്ങൾ ക്ഷമിച്ചാൽ അലാ ലിഖാഇൽ അദുവി ശത്രുവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ മേലെ നിങ്ങൾ ക്ഷമിച്ചങ്ങോട്ട് നിന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു ഒറ്റ വിശ്വാസം അള്ളാഹുവിനോടുള്ള ആ വിശ്വാസം മുതലെടുത്തുകൊണ്ട് നിങ്ങൾ അവിടെ ശത്രുവിനെ കണ്ടുമുട്ടുന്നതിൻ്റെ മേൽ ശത്രുവിനെ നേരിടുന്നതിൻ്റെ മേൽ അല്ലേ നിങ്ങൾ ക്ഷമിച്ചു നിന്നാൽ വതത്തഖുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ ഫിൽ മുഖാലഫത്തി ഈ എതിരാവുന്ന വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞ കൽപ്പനയുടെ എതിരാവുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ എതിരാവാതിരിക്കുക അങ്ങനെ ചെയ്യുകയും ചെയ്താൽ എന്നിട്ട് വയത്തൂക്കും അവർ വരികയും ചെയ്താൽ യത്തൂനാന്നുണ്ടാവും കാരണം അവിടെ ഇന്നുണ്ടല്ലോ ഇന്നുള്ളത് കൊണ്ട് ഇങ്ങനെ അത്തഫ് ചെയ്ത് എഴുതിയത് യത്തൂന അവിടെ നൂനിനെ കളയും ജസ്മാണ് അയിൽ മുശ്രിക്കീങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരികയും ചെയ്താൽ മീം ഫൗരിഹിം പെട്ടെന്ന് എന്നാണ് മീം ഫൗരിഹി ഫൗറൻ പെട്ടെന്നല്ല ഫൗരിഹിം അവരുടെ പെട്ടെന്ന് എന്ന് വെച്ചാൽ വഖത്തിഹിം അവരുടേതായ ഒരു സമയത്ത് നമ്മളൊന്നും പ്രതീക്ഷിക്കില്ല അവരുടെ ഒരു സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് അവർ വരികയും ചെയ്താൽ അവരുടെ ഈ പെട്ടെന്നുള്ളത് അതായത് അവരുടെ ഏത് സമയമാണ് അവർക്ക് പെട്ടെന്നായിട്ട് തോന്നുന്നത് അതായത് അവർക്ക് എപ്പോഴാണ് തോന്നിയത് ആ സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് വന്നു അപ്പം ഈ ഫൗരിഹിം എന്നതിൻ്റെ സിഫത്താണ് ഹാദ കേട്ടോ ഇസ്മുൽ ഇശാറത്ത് സിഫത്തായിട്ട് വരുമല്ലോ അത് അൽഫിൽ നോക്കിയാൽ മതി ഇൻഷാ അല്ലാഹ് അപ്പോൾ ഹാദ യുംദിദുക്കും അങ്ങനെ എങ്ങാനും ചെയ്താൽ അതിന് ജവാബാണ് യുംദിദുക്കും റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളെ സഹായിക്കും ബി ഹംസത്തി ആലാഫിൻ 5000 കൊണ്ട് മിനൽ മലായികത്ത് മലക്കുകളിൽ നിന്ന് 5000 മലക്കുകളെ കൊണ്ട് സഹായിക്കും എങ്ങനെയുള്ള മലക്കുകളാണ് മുസവ്വിമീങ്ങളായിട്ടുള്ള ബി കസറിൽ വാവി വഫത്തിഹ 2 ഖിറാഅത്തുണ്ട് നമ്മുടെ മിനൽ മലായികത്തി മുസവ്വിമീ എന്നാണ് എന്തായാലും മുസവ്വിമീൻ എന്നൊക്കെ വെച്ചാൽ എന്താണ് മുഅല്ലമീൻ അടയാളപ്പെടുത്തപ്പെട്ട എന്ന് പറയാം അല്ലെങ്കിൽ മുഅല്ലിമീൻ അടയാളം സ്വന്തമായിട്ട് വെച്ച ആളുകൾ അവർക്ക് പ്രത്യേക അടയാളമുണ്ട് അലാമത്ത് വെക്കുക എന്നാണ് അല്ലമക്ക് അങ്ങനെ അർത്ഥമുണ്ട് അടയാളം വെക്കുക എന്ന് അപ്പോൾ അടയാളം വെക്കപ്പെട്ട ആ മലക്കൾക്ക് ഒരു പ്രത്യേക അടയാളം ഉണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് وما جعله الله إلا بشرى لكم ولتطمئن قلوبكم به وما النصر إلا من عند الله العزيز الحكيم നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിവെച്ചത് അവസാനം ഇങ്ങനെയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ബദർ രണാങ്കണത്തിൽ ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്താൻ മുസ്ലിങ്ങൾക്ക് സഹായമായിട്ട് ആദ്യം 1000 മലക്കുകളെ പിന്നെ അത് 3000 ആയി ക്രമേണ അത് 5000 ആകും എന്നുള്ള വാഗ്ദാനം ചെയ്തു അത് 5000 ആയി അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അവർ ചെയ്തു മുറ പോലെ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5000 മലക്കുകളെ ഇറക്കുകയും ചെയ്തു അതാ പറഞ്ഞത് അല്ലേ ബി 5000 മിനൽ മലായികതി മുസവ്വിമീൻ
അല്ലെങ്കിൽ മുസവ്വമീൻ രണ്ടും വായിക്കാം. ബി കസ്രിൽ വാവി ഫത്തിഹ, വാവിന് കസ്ർ എഴുതും ഫത്ത് എഴുതും. സവ്വമ എന്ന് വെച്ചാൽ സവ്വമ, മുസവ്വമീൻ എന്ന് വെച്ചാൽ ഐ മുഅല്ലമീൻ അല്ലെങ്കിൽ മുഅല്ലിമീൻ, അലാമത്ത് അടയാളം, അടയാളപ്പെടുത്തപ്പെട്ടവരായി. അപ്പം അല്ലമ എന്ന് പറയുമ്പോൾ അല്ലിമ എന്നും അല്ല, അല്ലമയാക്കാം അല്ലെങ്കിൽ ഉല്ലിമയാക്കാം. അപ്പം ഉല്ലിമാകുമ്പോൾ എന്താണ് മുഅല്ലമി ഇസ്മു മഫൂല് അല്ലെങ്കിൽ മുഅല്ലിമീൻ, എന്നാലും അടയാളം അലാമത്ത് വെക്കപ്പെട്ടവരായ നിലക്ക്. അപ്പം മലക്കുകൾക്ക് പ്രത്യേക അടയാളമുണ്ട്. വഖദ് സബറു, ഈ സഹാബത്ത് എന്ത് ചെയ്തു? ബദറിൽ പങ്കെടുത്ത സഹാബത്ത് ശത്രുപക്ഷത്തിനെ എതിരിടുന്നതിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നതിൽ അവർ ക്ഷമിച്ചു നിന്നു. അപ്പം അവരോട് ക്ഷമിക്കാനാണല്ലോ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കി വാദഹും, അവരോടുള്ള വാഗ്ദാനത്തെ, ബി അൻ ഖാതലത്ത്, യുദ്ധം ചെയ്യൽ കൊണ്ട്, മാഹും ഈ സഹാബത്തിനോടൊപ്പം ബദരീങ്ങളോടൊപ്പം യുദ്ധം ചെയ്യൽ കൊണ്ട്, അൽ മലായികത്ത് മലക്കുകൾ, അല ഖൈലിൻ കുതിരകളുടെ മേൽ. എങ്ങനെയുള്ള കുതിരകൾ? ബുൽഖിൻ, അബുലഖിൻ്റെ ജമ്മായിട്ട് വെക്കാം, അല്ലെങ്കിൽ ബൽഖാഇൻ്റെ ജമ്മായിട്ട് വെക്കാം. എന്തായാലും രണ്ടർത്ഥമുണ്ട്. വെളുപ്പും കറുപ്പും നിറമുള്ള കുതിര എന്നർത്ഥം വരും, അല്ലെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന കുതിര എന്ന് വരും. എന്തായാലും ഇങ്ങനെ അബുലക്കായിട്ടുള്ള കുതിരകളുടെ മേൽ, അബുലക്കുകളായിട്ടുള്ള കുതിരകളുടെ മേൽ മലക്കുകൾ അവരോടൊപ്പം യുദ്ധം ചെയ്തു, ബദരീങ്ങളോടൊപ്പം. ഇനി അലിഹിം, ഈ മലക്കുകളുടെ മേലുണ്ട് അമാഇമു, എന്തുണ്ട്? അമാഇമു, തലപ്പാവുകളുണ്ട്. മുൻസരിഫാണ്. വകുല്ലി ജംഇൻ മുഷ്ബിഹിൻ മാ ഫാഇല ഔൽ മഫാഇല ബിമൻഇൻ അല്ല മൻഇൻ കാഫില എന്നല്ല ബൈത്ത്. അപ്പോൾ എന്തായാലും അമായിമുകളുണ്ട്. എങ്ങനെയുള്ള അമായിമുകൾ? സുഫുറൻ ഔ ബീല, ഒന്നുകിൽ സുഫുറു എന്തിൻ്റെ ജമ്മാണ്? അസ്ഫറിൻ്റെ ജമ്മാണ്. അബീലിൻ്റെ ജമ്മ് ബീൽ എന്നാണ്. അപ്പം മഞ്ഞ നിറമോ അല്ലെങ്കിൽ വെളുത്ത നിറമോ ഉള്ള എന്തുണ്ട്? തലപ്പാവുകളും ഈ മലക്കളുടെ മേലാണ്. അപ്പോൾ മലക്കുകൾക്ക് വ്യക്തമായ അടയാളങ്ങളുണ്ട്. അർസലൂഹ, അവരാ തലപ്പാവുകളെ അയച്ചിട്ടിരിക്കുകയാണ്. ബൈന അക്താഫിഹിം, അവരുടെ കത്തിഫുകൾക്ക് ഇടയിലൂടെ, അവരുടെ ഷോൾഡറുകളുടെ ഇടയിലൂടെ, അതായത് വാലുള്ള തലപ്പാവുകളായിരുന്നു. വമാ ജഅലഹുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ ആക്കിയില്ല, ഐൽ ഇംദാദ്, ആ ഇംദാദിന് ആക്കിയില്ല, അതായത് അള്ളാഹുവിൻ്റെ സഹായം. അള്ളാഹു ബദരീങ്ങളെ സഹായിച്ചല്ലോ, ഈ സഹായത്തെ അള്ളാഹ് ആക്കിയില്ല. ഇല്ലാ ബുഷ്റാലക്കും, നിങ്ങൾക്കുള്ള സന്തോഷ വാർത്തമാനമല്ലാതെ ആക്കിയിട്ടില്ല. ബിനസ്രി, എന്തുകൊണ്ടുള്ള? തടഞ്ഞ് സഹായിക്കൽ കൊണ്ട്, ശത്രുപക്ഷത്തെ തടഞ്ഞിട്ട് മുസ്ലിങ്ങളെ സഹായിക്കൽ കൊണ്ട്. വലി തതുമ ഇന്ന, പിന്നെ എന്തിനു വേണ്ടിയുമല്ലാതെ, വലി തതുമ ഇന്ന തസ്കനു, ശാന്തി ലഭിക്കുവാൻ വേണ്ടിയല്ലാതെ, കുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമാവുവാൻ വേണ്ടിയല്ലാതെ, ബിഹി, അതുകൊണ്ട്, ഇംദാദ് കൊണ്ട്, ഫലാ തജ്സ, അതുകൊണ്ട് പരിഭ്രമിക്കേണ്ട, പേടിക്കേണ്ട, മിൻ കസറത്തിൽ, അത് ശത്രുക്കളുടെ ആധിക്യത്താൽ, ശത്രുക്കൾ ഒരുപാടുണ്ട്, കസറത്ത്, അവരുടെ ആധിക്യത്താൽ പേടിക്കേണ്ട. വ ഖത്ലിക്കും, അവർ നിങ്ങളെ കൊന്നിട്ടുണ്ടാവും, അത് വെച്ച് നിങ്ങൾ പേടിക്കാൻ നിൽക്കേണ്ട. വമൻ നസ്റു, സഹായം ഇല്ല, ഇല്ല മിൻ ഇന്ദില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നല്ലാതെ, അൽ അസീസി, പ്രതാപിയായ, അൽ ഹക്കീം, യുക്തിഭദ്രനായ, യുതീഹി, അവൻ അതിനെ നൽകും, സഹായത്തെ നൽകും, മയ്യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക്. വലൈസ ബി കസറത്തിൽ ജുന്തി, വലൈസ, ഈ സഹായം എന്നതല്ല, ബി കസറത്തിൽ ജുന്തി, സൈന്യത്തിൻ്റെ ആധിക്യം കൊണ്ടല്ല. ഒരുപാട് സൈനികരുണ്ട് എന്ന് വെച്ചിട്ട് നെസർ, അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെന്നില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വതആല വലഖദ് നസറക്കുമുല്ലാഹു ബി ബദരിൻ, ബദറിൽ വെച്ച് അള്ളാഹ് നിങ്ങളെ സത്യമായിട്ട് സഹായിച്ചു എന്ന് പറഞ്ഞില്ല, അതിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ലിയഖത്ത, എന്തിനാ അള്ളാഹ് സഹായിച്ച? ലിയഖത്ത, മുറിക്കാൻ വേണ്ടി. അത് മുത്തഅല്ലിക്കും ബി നസറക്കും, ആ വലഖദ് നസറക്കുമുള്ള ആ നസറക്കുമില്ല, അതിനോട് ബന്ധപ്പെട്ടതാണ്. അള്ളാഹ് നിങ്ങളെ സഹായിച്ചത് മുറിക്കാൻ വേണ്ടിയാണ്. അഥവാ മുറിക്കാന്ന് വെച്ചാൽ ലിയുഹ്ലിക, നശിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന്. തറഫൻ, ഒരു അഗ്രത്തെ, ഒരു ഭാഗത്തെ, മിനല്ലദീന കഫറൂ, മിനല്ലദീന, ഒരു കൂട്ടരിൽ നിന്നും, കഫറൂ, അവർ സത്യത്തെ നിഷേധിച്ചിരിക്കുന്നു. അപ്പോൾ സത്യനിഷേധികളിൽ ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇങ്ങനെ ബദറിൽ സഹായിച്ചത്. എങ്ങനെ നശിപ്പിക്കാൻ? ബിൽ ഖത്ലി, യുദ്ധം ചെയ്യൽ കൊണ്ട്, ബിൽ ഖത്ലി, കൊന്നുകളയൽ കൊണ്ട്, വൽ അസ്സിരി, തടവിലിടൽ കൊണ്ട്. അപ്പം കുറേ ആൾക്കാരെ യുദ്ധത്തിൽ കൊന്നു, കുറേ ആൾക്കാരെ പിടിച്ച് ജയിലിലിട്ടു, അങ്ങനെയൊക്കെ. എന്നിട്ട് മോചനദ്രവ്യം വാങ്ങിയിട്ട് വിടുക, അല്ലെങ്കിൽ ആയുധം വാങ്ങിയിട്ട് വിടുക, അങ്ങനെയൊക്കെ ഓരോ പരിപാടി ഉണ്ടല്ലോ. അല്ലെങ്കിൽ അടിമയായിട്ടെടുക്കാം. ഔ യക്ബിതഹും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടി? അവരെ, ഈ കാഫിരീങ്ങളിൽ നിന്നുള്ള ആ ഒരു വിഭാഗത്തെ നിന്ദ്യരാക്കാൻ വേണ്ടി. യുദില്ലഹും, അവരെ നിന്ദ്യരാക്കാൻ വേണ്ടി. നസ്ബാണ്, ലിയഖ്ത എന്നല്ല പറഞ്ഞു, അതിന്മേൽ അത്ഫ് ചെയ്തിട്ടാണല്ലോ. ലിയഖ്ത
ഔ യക്ബിതഹും യുദില്ലഹും ബിൽ ഹസീമത്തി ഓടിക്കലുണ്ടല്ലേ, അവരിങ്ങനെ ഓടും, യുദ്ധത്തിൻ്റെ ഇടയിൽ അവരിങ്ങനെ ഓടും, പേടിച്ചിട്ട് ഓടും. ആ ഓട്ടം കൊണ്ട് അവരെ എന്താക്കാൻ വേണ്ടി, നിസാരരാക്കാൻ വേണ്ടി, ഓട്ടം കാരണത്താൽ. ഫയൻകലിബു അങ്ങനെ അവർ മടങ്ങും, യർജിയു അവർ മടങ്ങും, ഹായിബീൻ ഇല്ലാത്തവരായിട്ട്. ഹായിബീൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്, ഒരു സാധനം ഉദ്ദേശിച്ചിട്ട് നേടിയത് കിട്ടാത്തവരാണ്. ഹാബ നേടിയ ഉദ്ദേശിച്ച സാധനം മത്ലൂബിനെ കിട്ടില്ല, നമ്മളൊരു വഴിക്ക് ഇറങ്ങി കിട്ടിയില്ലെങ്കിൽ എന്ത് പറയും, ഹാബ ഹിബ് അല്ലേ, കിട്ടിയില്ല എന്നുള്ളതിൽ. അപ്പോൾ ഹായിബീൻ കിട്ടാത്തവരായിട്ട്, ഉദ്ദേശ സാധനം കിട്ടാത്തവരായിട്ട്. ലമിയനാല് അവർ നേടിയെടുത്തില്ല, അതിനർത്ഥം പറയാണ് മാ ഒന്നിനെ റാമു അവർ ഉദ്ദേശിച്ചു ഹു അതിന്. അവരെന്താണ് ഉദ്ദേശിച്ചത്, യുദ്ധത്തിനിറങ്ങി മുസ്ലിങ്ങളൊക്കെ അങ്ങോട്ട് പാട്ടെ അമ്പയെ പരാജയപ്പെടുത്തണം ഉദ്ദേശിച്ചത്. പക്ഷെ അവരുടെ ലക്ഷ്യം നിറവേറിയില്ല. അവർ ഹായിബീങ്ങളായിട്ട് മടങ്ങാൻ വേണ്ടി, കിട്ടാത്തവരായിട്ട് മടങ്ങാൻ വേണ്ടി. വനസല ഇറങ്ങി ലമ്മ കുസിറത്ത് പൊട്ടിക്കപ്പെട്ടപ്പോൾ റുബായിയത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നബികളുടെ റുബായിയത്ത് മുൻപല്ല് പൊട്ടിക്കപ്പെട്ടപ്പോൾ ഇറങ്ങിയതാണ്. എന്താ ഇറങ്ങിയത്, ശേഷം വരുന്നത് നോക്കാം. പിന്നെ സുജ്ജ വജു നബിതങ്ങളുടെ രക്തം അല്ല നബിതങ്ങളുടെ മുഖം രക്തപങ്കിലമായി, മുഖത്ത് രക്തം ഇങ്ങനെ ഒഴുകി. അപ്പോൾ യൗമ ഉഹദ് ദിവസം, ഉഹദിൻ്റെ ദിവസം. വഖാല പറയുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ പറഞ്ഞ, കൈഫ എങ്ങനെയാണ് യുഫ്ലിഹു വിജയിക്കുക, ഖൗമുൻ ഒരു സമൂഹം, ഖലബു ഖലിബ യഖ്ലബു അല്ലെ, ഖലിബു അവർ എന്ത് രക്തം പുരട്ടിയിരിക്കുന്നു, വജ്ഹ നബിയും അവരുടെ നബി നിറം പുരട്ടിയിരിക്കുന്നതാണ്. ഖലിബു നിറം പുരട്ടിയിരിക്കുന്നു, വജ്ഹ നബിയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്റെ മുഖത്ത് പുരട്ടിയിരിക്കുന്നു, നിറം പുരട്ടിയിരിക്കുന്നു. എന്തുകൊണ്ട്, ബിദ്ധമി രക്തം കൊണ്ട്. രക്തം കൊണ്ട് നിറം പുരട്ടാന്ന് വെച്ചാൽ നബിതങ്ങളുടെ പല്ല് തകർന്നിട്ട് എന്തായി, രക്തം മുഖത്ത് വന്ന്. അപ്പം നബിതങ്ങൾ ചോദിച്ചു എങ്ങനെയാണ് വിജയിക്കുക ഇങ്ങനത്തെ ഒരു സമൂഹം. ലൈസലക്ക അപ്പം ഇറങ്ങിയതാണിത്. ലൈസലക്ക മിനൽ അംരി ഷൈ, നബിയെ അങ്ങനെ വിജയിക്കുക ഇല്ലെന്നൊന്നും പറയാൻ പറ്റൂല. നബിതങ്ങൾ പറഞ്ഞ് എങ്ങനെയാണ് വിജയിക്കുക എന്ന് ചോദിച്ചല്ലേ, കൈഫ യുഫ്ലി എങ്ങനെയാണ് വിജയിക്കുക, ഇങ്ങനത്തെ ഒരു സമൂഹം എങ്ങനെയാണ് വിജയിക്കുക എന്ന് ചോദിച്ചാൽ അപ്പം ഇറങ്ങിയ ആയത്താണിത്. ലൈസലക്ക നബിയെ അങ്ങേക്കില്ല മിനൽ അംരി കാര്യത്തിൽ നിന്നും ഷെയ്ൻ ഒന്നുമില്ല, ഒരു കാര്യത്തിലും വിധികർത്താവ് അങ്ങല്ല. ബലിൽ അമ്രുലില്ല മറിച്ച് കാര്യങ്ങളൊക്കെ അള്ളക്ക് മാത്രമാണ്, അള്ളയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക വിജയിക്കുകയോ ഇല്ലയോ എന്നൊക്കെ. ഫസ്റ്റ് അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങ് ക്ഷമിക്കുക തൽക്കാലം. ഔ ഏതർത്ഥത്തിലാണ് ഇവിടെ ഔ ഫസ്ബിർ എന്താണ് ലൈസലക്കമിൽ അംരി ഷെയ്ഉൻ ഔ യതൂബ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഔ ബിമ അന ഇലയുടെ അർത്ഥത്തിലേക്കാണ്, അതായത് ഇല അയ്യതൂബ അലൈഹിം അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ മേൽ പശ്ചാത്താപം സ്വീകരിക്കുന്നോടം വരെ അങ്ങ് ക്ഷമിക്കുക. എന്തുകൊണ്ട്, ബിൽ ഇസ്ലാമി അവർ ഇസ്ലാം സ്വീകരിക്കലുമുണ്ട്, മുസ്ലിം ആവലുമുണ്ട്. അപ്പോൾ അവർ മുസ്ലിം ആവലോടുകൂടി അങ്ങനെയാണല്ലോ ഇസ്ലാമിക ആശ്ലേഷണം എന്നുള്ളത് അവൻ്റെ കഴിഞ്ഞ കുഫറിൻ്റെ കാലഘട്ടത്തിൽ അവൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ ഒരു പ്രായശ്ചിത്തമാണ്, അല്ലെങ്കിൽ ഒരു അതെല്ലാം പൊറുക്കാനുള്ള കാരണമാണ്. അപ്പം ഇസ്ലാമിക ആശ്ലേഷണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നിടം വരെ അങ്ങ് ക്ഷമിച്ച് നിൽക്കുക നബിയെ. ഔ യുഅദ്ദിബഹും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റേ ആയത്തുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കും ലൈസലക്കമിൽ അംരിഷി അതുവരെ അങ്ങേക്ക് യാതൊരു കാര്യമില്ല. പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പിന്നെ യുദ്ധം കൊണ്ട് കൽപ്പന വന്ന്, അന്ന് യുദ്ധം കൊണ്ട് കൽപ്പന ഉണ്ട്, പിന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തും, അല്ലാതെ വേറൊന്നും വഴിയില്ല എന്ന്. അള്ളാഹുടെ വിജയം പരാജയമൊക്കെ തീരുമാനിക്കുക അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അല്ലെങ്കിൽ യുഅദ്ദിബഹും അള്ളാഹു അവരെ ശിക്ഷിക്കുന്നിടം വരെ അങ്ങേക്ക് ഒരു അധികാരമില്ല. ഫഇന്നഹും കാരണം അവർ ശിക്ഷിക്കാനുള്ള കാരണം എന്താണ്, അവരെന്താണ്, ലാലിമൂൻ അക്രമം പ്രവർത്തിക്കുന്നവരാണ്, ബിൽ കുഫ്രി സത്യനിഷേധം കൊണ്ട്. വലില്ലാഹി അള്ളക്കാണുള്ളത് മാ ഒന്ന് ഫി സമാവാതി ആകാശങ്ങളിലുള്ള ഒന്നും വമാഫിൽ അർളി ഭൂമിയിലുള്ള ഒന്നും മിൽക്കൻ ഉടമസ്ഥതയാലും അഹൽക്കൻ സൃഷ്ടിപ്പിനാലും അബീദ അടിമയാവലിനാൽ, അതായത് അള്ളാഹു അടിമകളുടെ ഉടമയാവുക. അബീദ എന്ന് വെച്ചാൽ അള്ളാഹു അടിമകൾ എല്ലാ ഭൂമിയിലുള്ള ആളുകൾ അള്ളാഹിൻ്റെ അടിമയാണ്, എല്ലാം അള്ളാഹിൻ്റെ സ്വത്താണ്, എല്ലാം അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. യഗ്ഫിറു അവൻ പുറത്തു കൊടുക്കും ലിമൻ ഒരുത്തന് യശാ അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക്. അള്ളാഹ് എന്തിനെ ഉദ്ദേശിച്ച അൽ മഗ്ഫിറത ലഹു അവന് പുറത്തു കൊടുക്കാൻ, ആർക്കാണോ അള്ളാഹ് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ച അവൻ. അപ്പം മഞ്ഞിലേക്ക് മടങ്ങുന്ന ആയുധം ഏതാണ്, ലഹു എന്നുള്ള അമീറാണ്. യുഅദ്ദിബു അള്ളാഹ് ശിക്ഷിക്കും മൻ ഒരുത്തനെ യശാവ് അള്ളാഹ് ഉദ്ദേശിക്കുന്നു, തഅദീബ് അവനെ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു, അങ്ങനെയുള്ളവരെ അള്ളാഹ് ശിക്ഷിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫൂറുൽ ഔലിയാഹി തൻ്റെ ഔലിയായിന് അള്ളാഹുവായിട്ട് ഉറ്റബന്ധം സ്ഥാപിച്ച ആളുകൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും അല്ലേ. ഉറ്റബന്ധമാണെന്നില്ല, അവർക്കും അവരല്ലാത്തവർക്കൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. റഹീമുൻ അള്ളാഹ് കരുണയുള്ളവനാണ്, ബി അഹ്ലി താഅത്തിഹി അള്ളാഹുവിൻ്റെ താഅത്തിൻ്റെ ആളുകൾക്ക്, അള്ളാഹുവിന് വഴിപ്പെടലിൻ്റെ ആയി കഴിഞ്ഞു കൂടുന്ന ആളുകൾക്കല്ല റഹ്മത്തും ചെയ്യുന്നവനാണ്.
യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തഅകുലൂ, നിങ്ങൾ കഴിക്കല്ലേ, അരിബ, പലിശയെ കഴിക്കല്ലേ, അൽആഫ, അത് തന്നെ ഇരട്ടികളായ നിലക്ക്, ലൈഫുൻ ജമ അലാഫ, അത് തന്നെ ഇരട്ടികളായ നിലക്ക്, മുലാഅഫ, ഇരട്ടിപ്പിക്കപ്പെട്ട ഇരട്ടികളായ നിലക്ക്, ഇരട്ടിപ്പിക്കപ്പെട്ട. അപ്പം ബി അലിഫിൻ വദൂനിഹ, അലിഫോട് കൂടിയുണ്ട്, അലിഫ് ഇല്ലാതെയുണ്ട്. ചിലപ്പോൾ അവിടെ സംശയിക്കും മുലാഅഫ എന്നും അതുപോലെ തന്നെ മുലാഅഫ ആ ഒരു ഹാത്ത അങ്ങനെയാണ് സംശയിക്കും. ഇതങ്ങനെയല്ല, മറിച്ച് ബി അലിഫ് എന്ന് വെച്ചാൽ അലിഫോട് കൂടി എന്ന് വെച്ചാൽ മുലാഅഫ അത്. ഇനി വധൂനിഹ അലിഫ് ഇല്ലാതെ എന്ന് വെച്ചാൽ മുലാഅഫ, അത് ലഅഫ ലഅഫ രണ്ടും പറയാറുണ്ടല്ലോ, തളഈഫ് മുലാഅഫ് രണ്ടും പറയും ഇരട്ടിപ്പിക്കലിന്. അപ്പം ഇരട്ടിപ്പിക്കപ്പെട്ടതായ ഇരട്ടികളായ നിലക്ക് പലിശ നിങ്ങൾ കഴിക്കരുത്. എങ്ങനെ? ബി അൻ തസീദു, നിങ്ങൾ വർദ്ധിപ്പിക്കൽ കൊണ്ട്, ഫിൽ മാലി, ധനത്തിൽ, ഇന്ദ ഹുലൂലിൽ അജലി, ഇന്ദ ഹുലൂൽ അജിലല്ല, അജലാണ് ഇവിടെ അവധി എന്നർത്ഥം, അവധി ഇറങ്ങുന്ന വേളയിൽ. ഇപ്പം ഞാൻ 1,00,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു, അതായത് ബാങ്കുകാരിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ 1,00,000 രൂപ ഒരു കൊല്ലമാകുമ്പോഴാണ് അവധി തീരുന്നതെന്ന് വെച്ചോ. ഇപ്പോൾ ഒരു കൊല്ലമാണ് അജലുൽ ഹുലൂൽ അല്ലേ, അല്ല ഹുലൂൽ അജൽ, അവധിയുടെ ഇറക്കം, അവധി തീരുന്നപ്പോഴാണ്. ആ സമയത്ത് ചിലപ്പോൾ 1,10,000 രൂപ കിട്ടും അല്ലേ, വർദ്ധിപ്പിച്ചില്ല, ഞാൻ എൻ്റെ പണത്തിൽ വർധന ഉണ്ടാക്കി. എന്നിട്ട് വത്തു അഖിറു, പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ പിന്തിപ്പിക്കൽ കൊണ്ട്, അത്തലബ, തേട്ടത്തെ പിന്തിപ്പിക്കൽ കൊണ്ട്. ചിലപ്പോൾ 1,00,000 രൂപ ബാങ്കിലിട്ട ചിലപ്പോൾ എടുക്കൂല, അടുത്ത കൊല്ലം കൂടെ കിടക്കും. കാരണം എന്താണ്? അത് പിന്നെയും കിടന്നാൽ കൂടും പലിശ, മനസ്സിലായല്ലോ. വത്തു അഖിറു, നിങ്ങൾ പിന്തിപ്പിക്കൽ കൊണ്ടും. എന്തിനു വേണ്ടി? അത്തലബ, തലബിനെ, തേട്ടത്തെ, അത് പലിശ കൂടുതൽ കിട്ടാൻ വേണ്ടി. വത്തഖുല്ലാ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ബി തർക്കിഹി, പലിശ ഒഴിവാക്കൽ കൊണ്ട്. അപ്പോൾ പലിശ ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള എന്താ സൂക്ഷിക്കുന്ന ഒരു തക്വയുടെ ഒരു മാർഗ്ഗമാണ്. അതായത് തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞൊക്കെ ഓരോ തെറ്റിൽ നിന്ന് ഒഴിവാകൽ ഒക്കെ എന്താണ് തക്വയുടെ ഭാഗമാണല്ലോ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. തഫൂസൂൻ, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ. അല്ല വത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണേ. അല്ലത്തി, എങ്ങനെയുള്ള നരകം? ഓ ഇദ്ദത്ത്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക്. അതായത് അൻ തുഅദബു ബിഹാ, നരകത്തെ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ അൻ തുഅദബു, നിങ്ങൾ ശിക്ഷിക്കപ്പെടലിനെ, ബിഹാ, ഈ നരകത്തെ കൊണ്ട് നിങ്ങൾ ശിക്ഷിക്കപ്പെടലിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഇതുണ്ട്, ഓ യുദ്ധത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട അല്ലേ. അപ്പോൾ ഒരു കാഫിരീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകത്തെ നമ്മളെന്തിനാണ് സൂക്ഷിക്കുന്നത്? അപ്പോൾ ഇവിടെ തക്വക്ക് പല അർത്ഥമുണ്ട്. അദിനാ മർത്തബയും ആയലാ മർത്തബയും ഉസ്താ മർത്തബയുണ്ട്. നമ്മളിപ്പോൾ അദിനാ മർത്തബ അല്ല ആയലാ മർത്തബയോ അതിനെ മർത്തബ അല്ല, അല്ലാതെ സാധാരണ തക്കുവ നോക്കുക. അതായത് ഭയഭക്തി എന്നുള്ള ഒരു അർത്ഥം ഉണ്ടല്ലോ, ആ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാഫിര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകത്തിന് പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നത് അതിങ്ങനെയാണ്. നമ്മൾ മന്തിക്കിലൊക്കെ പറഞ്ഞ പോലെ ഉർഫിയ ആമയുണ്ടല്ലോ, അതായത് സാധാരണഗതിയിൽ കാഫിര്യങ്ങളാണെന്ന ഹൈസ്യത്തിലൂടെ അവർക്കാണ് എന്ത് നരകം സാധാരണഗതിയിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് മാത്രമൊന്നും വരുമോ? ഇല്ല, അതിന് മറുപുറമുണ്ട്. അതായത് അവരല്ലാത്തവരായ മുഅ്മിനീങ്ങളെയും നരകത്തിൽ പ്രവേശിപ്പിക്കും, അവരുടെ ശിക്ഷാ കാലാവധി കഴിയുന്നതാണ് പറയുന്നത്. നിർബന്ധമൊന്നുമില്ല അള്ളാഹു ഉദ്ദേശിച്ചാൽ. അപ്പോൾ ഉറുഫിയ ആമയിൽ എന്താണ് മുത്തലക്ക ആമ ചേർന്നിട്ടുള്ള ഒരു മുറക്കബായിട്ടുള്ള, അതായത് എന്താ പറയാൻ, അതായിട്ടാണ് ഇവിടെ വരുന്നത്. വഅതിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണേ. അവർ റസൂൽ, അല്ലാഹുവിൻ്റെ റസൂലിനെയും. ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കരുണ ലഭിക്കപ്പെടുന്നവരാകുവാൻ വേണ്ടി.